ഇവിടെ ആശുപത്രിയിൽ പോയപ്പോൾ നമ്മൾ വിഴിഞ്ഞ ആശുപത്രിയിൽ പോയപ്പോൾ എനിക്ക് പണ്ടത്തെ കാര്യമൊക്കെ ഓർമ്മ വന്നു. പണ്ടത്തെ കാര്യത്തിൽ സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ എൻ്റെ അച്ഛന് അവിടെ കൊണ്ടുപോയല്ലോ ആശുപത്രിയിൽ. അപ്പോൾ ആദ്യം അച്ഛന് മരുന്ന് വാങ്ങാൻ പോയത് ഞാനാണ്. അപ്പോൾ എനിക്ക് അവിടെ വെച്ച് ആ ഓർമ്മ വന്ന് എനിക്ക് ഒരു വല്ലാത്തൊരു ഇതായിപ്പോയി കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ കല്യാണ സമയമായപ്പോൾ എനിക്ക് ഒരു ഇതുണ്ടായിരുന്നു. അപ്പം അതാണ് ഞാൻ ഇപ്പോഴും പേടിക്കുന്നത്. അപ്പം അങ്ങനപ്പോൾ ഞാൻ ആദ്യം അവിടെയാണ് പോയത്. പിന്നീട് എനിക്ക് ഒരു ഓർമ്മയില്ലായിരുന്നു. പിന്നെ എന്തിനൊക്കെയോ പിന്നെ ഈശ്വരൻ്റെ കൃപ ഉണ്ട്. ശൈലിത അങ്ങനെ പോകണം. അതുകൊണ്ട് എന്തിപ്പോൾ ആരായിരുന്നാലും ഏത് മതത്തിലുള്ളവരായിരുന്നാലും ആരൊക്കെ നമ്മൾ തകർക്കാൻ നോക്കിയാലും എത്ര മനുഷ്യർ നമ്മൾ നോക്കിയാലും നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിന് നമ്മൾ ഇതായിട്ട് മറ്റുള്ളവരെന്താ പറഞ്ഞോട്ടെ, മനസ്സിലായില്ലേ? വിശ്വസിച്ച് നോക്ക്. അവർ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളിൽ കൂടെ ഇടപെടും. മനസ്സിലായില്ലേ എന്നും പറഞ്ഞുകൊണ്ട് അത് ഓർമ്മിച്ച് അങ്ങനെ വിഷമിക്കേണ്ട കാര്യമില്ല. നമുക്കല്ലെങ്കിൽ ഈശ്വരൻ ഒരാളെ തരും. മനസ്സിലായില്ലേ? ഒന്ന് പറയാനോ മിണ്ടാനോ. ഇപ്പോൾ ഇവിടെ കണ്ടൊരു ഇതല്ലേ, ഇപ്പം ഇനിയിപ്പോൾ എന്നെ അറിയാമല്ലോ. ഇനിയിപ്പോൾ ഞാൻ ഒരു ആളോട് സംസാരിക്കണ കൂട്ടുകൂടണമെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പുറത്തോട്ട് പോകണം. ഇവിടെ എന്താണ് ഏതാണ് ഒന്നും അറിയാൻ വയ്യ. ഇപ്പം ഞാൻ പിന്നെ മോളുള്ളതുകൊണ്ട് അവളത്ര അതില്ല. ഞാനിപ്പോൾ എന്തെങ്കിലും വയ്യാതായി ഇവിടെ കിടന്നതായിപ്പോയി. പുറത്താരുമല്ല, ആരും പറഞ്ഞാൽ തന്നെ അറിയുള്ളൂ. മനസ്സിലായില്ലേ? അപ്പം അതൊക്കെയാണ് ഓരോരോ കാര്യങ്ങൾ. അപ്പം അതുകൊണ്ട് ഒന്ന് വേണം. അപ്പം നമുക്ക് പറ്റിയ ഒരാളെ താമസിച്ചാലും വേണ്ടില്ല, അല്ലെങ്കിൽ കിളവനും കളി ആവട്ടെ, എന്തായാലും ഇതില്ല വരും. എന്തായാലും എന്നെ ഇഷ്ടപ്പെടുന്നവർ നല്ല തൊട്ടിലിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. എന്നാൽ പിന്നെ ഇതുപോലെ എന്തെങ്കിലും ഇതുള്ളവർ എൻ്റെ അടുത്ത് ചോദിക്കാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കാര്യത്തിൽ എനിക്ക് ആരെങ്കിലും സഹായം വേണം. അതാണ് എൻ്റെ ഒരിത്. പക്ഷേ എനിക്കങ്ങനെ ആരുമില്ല. ഞാൻ ആരെങ്കിലും സഹായം എന്തായാലും എനിക്ക് പറ്റുള്ളൂ. പക്ഷേ മറ്റുള്ളവർക്ക് എനിക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ പറ്റും. പക്ഷേ എൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ്. ഒരു കാര്യമായിരുന്നാലും അതങ്ങനെ അതെനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയാണ്. അല്ലെ അങ്ങനെയുള്ളൊരു കൂട്ട് വേണം. സത്യം പറഞ്ഞാൽ ഇന്ന് വരെ എനിക്ക് നല്ലൊരു കൂട്ട്, എനിക്ക് നല്ല തുറന്ന് പറയത്തക്ക പിണങ്ങും വിളിച്ച് പറയണം, അതാണ് ഏറ്റവും കൂടുതൽ. പക്ഷെ ഞാനങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. പിന്നെ എന്താ പറഞ്ഞിട്ടുണ്ടോയെന്ന് അറിഞ്ഞില്ല. എന്നെ പറഞ്ഞാലേ ഞാൻ പറയുള്ളൂ. അല്ലാതെ ഒരു കാര്യം അതിന് തലകോണ സ്ഥലം പറയൂല എന്നെ. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ഇത് കിട്ടിയിട്ടില്ല. എന്തായാലും എന്നെപ്പോലുള്ളവർ കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്ന് പറഞ്ഞാൽ അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തായാലും ഇന്ന് ഒരു വീഡിയോ ചെയ്യും കേട്ടോ. അങ്ങനെയാണ് എത്ര ആയെങ്കിലും. പിന്നെ എന്നാൽ ശരിയെന്ന്.